ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഏത് ദിവസങ്ങളിലും പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലും ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് ഇന്ന് ചെയ്യുന്നത്, വട്ടയപ്പം. അതിന് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഇടിയപ്പപ്പൊടിയും 1/2 കപ്പ് പുട്ടിന്റെ പൊടിയും കൂടാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് 2 കപ്പ് ഫ്രഷ് തേങ്ങ ചിരണ്ടിയെടുത്തതാണ്, 3/4 കപ്പ് പഞ്ചസാര, ഇത് ഈസ്റ്റ്, 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് ചെറു ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ചതാണിത്. 1/2 കപ്പ് ചോറ്, ഇത് നമ്മൾ കപ്പി കാച്ചി ചേർക്കുന്നതിന് പകരം എടുത്തിരിക്കുന്നതാണ്. ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ പൊടിയൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. അരിപ്പൊടിയിൽ സ്വല്പം പുട്ടിന്റെ പൊടിയും കൂടി ചേർക്കുന്നത് കൊണ്ട് അപ്പത്തിന്റെ ടെക്സ്ചറിന് തന്നെ വ്യത്യാസം വരും, അതുപോലെ നല്ല മയവുമായിരിക്കും. റോസ്റ്റ് ചെയ്ത പൊടിയാണ് എടുക്കുന്നതെന്ന് വരിയിൽ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് പോലും വട്ടയപ്പം ഉണ്ടാക്കത്തക്ക രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് വട്ടയപ്പം ഉണ്ടാക്കിയിരുന്നത് അമ്മച്ചി അരി വെള്ളത്തിലിട്ട് ഉരലിട്ട് ഇടിച്ച് അരിപ്പൊടി വറുത്താണ് വട്ടയപ്പം ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പം എല്ലാം ഈ മിക്സിയും അതും ഇതും ഒക്കെ ഉള്ളത് കൊണ്ട് അരി വെള്ളത്തിലിട്ട് അരച്ച് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. പൊടി ഇങ്ങനെ വറക്കുകയാണെന്ന് വരിയിൽ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പൊടിയുടെ മണം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗവിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഇതൊരു 4-6 മിനിറ്റ് ആയി, ഞാനിത് സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. ഇത് ഇരുന്ന് ഒരു ഇച്ചിരി സമയം തണുക്കണം. ആ തണുക്കുന്ന സമയത്ത് ഇതിനുള്ള തേങ്ങ അരച്ചെടുക്കാം. ഇനി ഞാൻ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. 2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രഷ് തേങ്ങ ചിരകി എടുത്തതാണ്. ഇതുപോലെ എടുക്കുന്നതാണ് നല്ലത്. 1/2 കപ്പ് ചോറ്, ഇത് മട്ട റൈസിന്റെ ചോറ് വെച്ചതാണ്. വെള്ള ചോറ് എടുത്താലും കുഴപ്പമില്ല. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് ക്രീമി ആയിട്ട് അരച്ചെടുക്കരുത്, സ്വല്പം തരിയോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ വട്ടയപ്പം തിന്നുമ്പോൾ നല്ല തേങ്ങ തിന്നുന്നതിന്റെ ഒരു ക്രഞ്ചിനെസ്സും കൂടെ കിട്ടും. ഈ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഒരു തരിയുണ്ട്, എന്നാൽ അരഞ്ഞിട്ടുമുണ്ട്, എന്നാൽ സ്വല്പം തരിയായിട്ട് വേണം കിടക്കുന്നത്. അത് നല്ലതാണ് വട്ടയപ്പത്തിന് അങ്ങനെ അരച്ചെടുക്കുന്നത്. ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൊടിയിലേക്ക് ചേർക്കുന്നത്. വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങ അരച്ചെടുത്താലും അപ്പത്തിന് മയം കാണും. വറുത്ത് വെച്ച പൊടി തണുത്തു. ഇത് ഞാൻ കുഴച്ച് വെക്കാനുള്ള പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുകയാണ്. തേങ്ങ അരച്ചത് മുഴുവൻ ഞാൻ ഈ പൊടിയിലേക്ക് ഇട്ടു. ഇനി ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാരയുണ്ട് ഇത്. ഇനിയും ഞാൻ ചേർക്കുന്നത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റാണ്. ഈ പൊടി ഞാൻ മിക്സ് ചെയ്യുന്നത് കൈകൊണ്ടാണ്. കൈകൊണ്ട് കുഴയ്ക്കുന്നത് വളരെ നല്ലതാണ്. നന്നായിട്ട് പഞ്ചസാര ഇട്ട് ഞെരടി നന്നായിട്ട് കൈകൊണ്ട് ഒരു 3-4 മിനിറ്റ് ഞെരടി വെക്കുക. ഇതുപോലെ ഈ പരുവത്തിൽ ഒരു 3-4 മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വെക്കുന്നത് നല്ലതാണ്. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒരു സ്വല്പം കൂടെ ഇത് കുതിർന്ന് ഇച്ചിരി സ്വല്പം തിക്കാവും. ഇതിനി മൂടി മാറ്റി വെക്കുകയാണ്. നല്ല ചൂടുള്ള സമയമാണെന്ന് വരിയിൽ നന്നായിട്ട് ഇത് പെട്ടെന്ന് പുളിച്ചു പോകും. തണുപ്പുള്ള സ്ഥലമാണെന്ന് വരിയിൽ ചൂട് കിട്ടുന്നിടത്ത് വെച്ച് ഇത് പുളിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 8 മണിക്കൂർ മുൻപ് ഞാനിത് കുഴച്ചു വെച്ചതാണ്. ഇനിയുമാണ് ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ഉപ്പും ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ ഇത് ഒന്നും കൂടെ പൊങ്ങും. ഉപ്പും പഞ്ചസാരയും ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്ന് വരികിൽ ഒരു കപ്പ് പഞ്ചസാരയും വരെ ചേർക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ പരുവത്തിൽ ഇരുന്നാൽ മതി. ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. പാത്രം ഇതിൽ വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നന്നായിട്ട് പുരട്ടിയിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. ഇത് 20 മിനിറ്റ് മുൻപ് ഉപ്പും ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചതാണ്. നന്നായിട്ട് പിന്നെ അത് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ പാത്രത്തിലേക്ക് കോരിയൊഴിക്കുന്നത്.
ഇനി ഇതിന്റെ പതയോടുകൂടി ഇങ്ങനെ അങ്ങോട്ട് കോരി ഒഴിച്ചാൽ മതി. ഒരു 1/4 ഭാഗം പാത്രം നിറയത്തക്ക വിധത്തില് ഒഴിക്കണം. ഇത് വേകുമ്പോൾ പിന്നെയും പൊങ്ങും. 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. 20 മിനിറ്റായി വട്ടയപ്പം വേകാൻ തുടങ്ങിയിട്ട്. ഇനി ഞാനിത് തുറക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് ടൂത്ത് പിക്കോ അത് ഇതുപോലെയുള്ള കേക്ക് ടെസ്റ്ററോ ഇതിന്റെ നടുക്ക് ഇറക്കി നോക്കിയാൽ മതി. ഒന്നും ഒട്ടുന്നില്ല എന്ന് വരിയില്ലത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ക്ലീൻ ആണ്. നല്ല ചൂടാണെങ്കിലും ഇതിന്റെ സൈഡിൽ നിന്ന് വിട്ടു വരുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് തണുത്തു കഴിഞ്ഞിട്ട് പാത്രത്തിൽ നിന്നും മാറ്റി കാണിക്കാം. ഒരു നല്ല വട്ടയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ റെസിപ്പി മാത്രം മതി. വട്ടയപ്പം ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.